ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്കും കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടോ അരുളും ചെയ്തു. പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം നിങ്ങളെല്ലാവരും ഇതൊന്നും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വത്സല മക്കളെ, 2025 സ്വർഗാരോഹണ തിരുനാൾ കുർബാനയാണ് ഇപ്പോൾ അർപ്പിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത, സാധാരണ ഒരു പ്രസിഡന്റിയാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. എന്നാൽ ഈ വർഷം ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും, രഥത്തിൽ എല്ലാവരും പ്രസിദ്ധിമാരാണ്. ഈ ഇടവകയിലുള്ള കുടുംബങ്ങൾ മാത്രമല്ല, ഇടവകയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളവരും മറ്റ് നമ്മുടെ മറ്റു മതത്തിലുള്ള സഹോദരി സഹോദരന്മാരും ഏവരും ഒരുമിച്ചാണ് തിരുനാൾ നടത്തുക എന്നറിഞ്ഞപ്പോൾ പ്രസിഡന്റ് വിഹിതമെന്നുള്ള രീതിയിൽ നൽകുകയും ഒരു ജൂബിലി തിരുനാളായി ഇടവക സമൂഹം ഒരുമിച്ച് ഈ വർഷം പരിശുദ്ധാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ആകിയാൽ ഇന്നേ ദിവസം കുർബാന അർപ്പിക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകർക്കും വേണ്ടിയിട്ട് പരിശുദ്ധ പള്ളിപ്പുറത്തമ്മയുടെ ഈ പുണ്യ ദേവാലയത്തിലേക്ക്, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് വിലയർപ്പിച്ചിരുന്ന ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ തീർത്ഥാടകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലുള്ള എല്ലാ സമർപ്പിതരെയും സമർപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് തീഷ്ണതയോടെ ഇടവക സമൂഹത്തോട് ചേർന്ന്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികരോടും ചേർന്ന്, ക്രിസ്ത്യൻസിനോട് ചേർന്ന് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തുകയും നിത്യകിരീടമണിയിക്കുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയുടെ സ്വർഗാരോഹണത്തിൽ നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമാണങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ ദീർഘമായ സ്മരിക്കുവാൻ ഞങ്ങളുടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും പ്രതിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു. ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനെ നിന്നും പരിപാലിക്കുന്നവനുമാകുന്നു. ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായേക്കും അങ്ങയുടെ സ്വഭാവത്തിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിക്കുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാർഗങ്ങളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ അറിയിക്കൊണ്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മുഖത്തുണ്ടായിരിക്കട്ടെ. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്?
എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അവർ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ ക്രമത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കവോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ പറഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ പറഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വേഞ്ച് ആദ്യം വിളമ്പ്, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വേഞ്ച് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർന്നഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. പ്രിയപ്പെട്ടവർ, കേരള സഭയുടെ വിശ്വാസത്തിന്റെ ഉറവിടങ്ങളിൽ ഒന്നായ പള്ളിപ്പുറം പള്ളിയുടെ മനോഹരമായ ഈ തിരുനാളുകളിൽ പരിശുദ്ധമായി പ്രത്യേകമായത് ഓർത്ത് മാധ്യസ്ഥം യാചിക്കുന്ന ദിനത്തിൽ ഇവിടെ ആയിരിക്കുന്നതിന് ഇടപെടുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ബലിയിൽ പങ്കെടുക്കുന്ന അമ്മയുടെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സ്വർഗ്ഗാരോഹണ തിരുനാളിന്റെയും സ്വാതന്ത്ര്യദിനത്തിന്റെയും മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ പള്ളിപ്പുറം പള്ളിയുടെ പരിസരങ്ങളിൽ നിന്ന് പ്രതിഷേധ പ്രകടനങ്ങളുടെ ഫോട്ടോകൾ ഒരുപാട് കാണുമ്പോഴേക്കും അച്ഛന്മാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ടത് ഞാൻ ഓർക്കുന്നു. 2 ആഴ്ച മുമ്പാണ് നമ്മളുടെ 2 സിസ്റ്റേഴ്സിനെ, പ്രീതി മേരി എന്നും വന്ദന ഫ്രാൻസിസ് എന്നും പേരുള്ള ASMI സഭാ സഹോദര സിസ്റ്റേഴ്സിനെ 3 സഹോദരിമാരെ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കൂടെ കൂട്ടിയതിന് രാജ്യദ്രോഹം കുറ്റം ചുമത്തി ഒരാഴ്ചയോളം ജയിലിലിട്ടത് നമുക്കറിയാം. നമ്മളെല്ലാവരും പ്രതിഷേധിച്ചതാണ്. അവർ പുറത്തിറങ്ങി 2 ദിവസം കഴിയുന്നതിന് മുമ്പ് വീണ്ടും 2 അച്ഛന്മാരെ അറസ്റ്റിലാക്കിയത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സിസ്റ്റേഴ്സിന്റെ അവർക്ക് ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. രാജ്യദ്രോഹ കുറ്റം ഇപ്പോഴും അവരിൽ നിലനിൽക്കുന്നു. നമുക്കറിയാം, മിഷണറിമാരെയോ അച്ഛന്മാരെയോ തല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വലിയ സമ്മാനം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. മതപരിവർത്തനം നടത്തിയാൽ കൊല്ലക്കുറ്റത്തിന് കിട്ടുന്ന 12 വർഷം ജീവപര്യന്തം തടവോ ശിക്ഷിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇത് മിഷണറിമാരുടെ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. സാധാരണ വോട്ടർമാരുടെ വോട്ട് ചോരുന്നതിനെ കുറിച്ച് കേട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സമ്പത്തുള്ളവരും ഇല്ലാത്തവരും, പണ്ഡിതരും അറിവില്ലാത്തവരും, പ്രധാനമന്ത്രിക്കും ഒരു കോമൺ മനുഷ്യനും ഒരുപോലെ തുല്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യമാണ് തെരഞ്ഞെടുക്കുന്ന സമിതിയെ 3 പേരിൽ ഒരാളായ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അവർ കൊടുത്ത ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഇതൊക്കെ ഞാനിവിടെ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്നായിരിക്കും. പള്ളി രാഷ്ട്രീയം പറയാനുള്ള സ്ഥലമാണ്. രാഷ്ട്രബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ രാഷ്ട്രീയക്കാരെ പോലെ ആകേണ്ടതുണ്ടോ? നമുക്ക് നമ്മുടെ ജോലി സമ്പാദിച്ച് ജോലി ചെയ്ത് വല്ലതുമൊക്കെ ബാങ്കിലിട്ട് സമാധാനമായിട്ട് ജീവിച്ച പോലെ രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ ചെയ്തോളില്ലേ?
എന്ന അരാഷ്ട്രീയവാദം നിരന്തരമായിട്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഇരച്ചു കയറുന്നുണ്ട്. ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷെ ഞാൻ നിങ്ങളും ഓർക്കണം, എനിക്ക് അന്തസ്സോടെ ജോലി ചെയ്യണമെങ്കിൽ, എനിക്ക് ന്യായമായ കൂലി കിട്ടണമെങ്കിൽ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യാം. നിങ്ങളെ ചിത്രാഗ്രഹത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങൾ അവിടുത്തെ സൂക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതുപോലെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കുകയും സൂക്ഷിക്കുകയും പരമജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാതൃസ്ഥം വഴി സമാധാനം ശ്രമം